ഇത് ജീവിതമായിട്ട് പറയുമ്പോഴേ ശരിയാകത്തുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം 3 മുതലുള്ള വാക്യം വായിക്കാൻ തുടങ്ങുവാണ്. ഇതെന്നാ സംഭവം എന്ന് ഞാൻ പറയാം. പൗലോസ്ലീഹ മാൾട്ടായിലെത്തിയ സംഭവമാണ്. മാൾട്ടായിലെത്തിയപ്പം കൊടും തണുപ്പാണ് അവിടെ. അപ്പോൾ അവിടെ ആളുകൾ തീ കൂട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം അവിടെയൊക്കെ കിടക്കുന്ന കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് ആ തീ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിച്ച് ചുള്ളിക്കമ്പ് പെറുക്കിയപ്പോൾ ഒരു പാമ്പ് പുള്ളിനെ കയ്യെ ചുറ്റി. പൗലോസ്ലീഹ വിറക് പെറുക്കിയ ആളുടെ കയ്യെ ചുറ്റി കിടക്കുക പാമ്പ്. അപ്പൊ തന്നെ ആളുകൾ പറയുവാണ്, അതാണ് ഇതിനകത്ത് അത്ഭുതം. നാട്ടുകാർ പരസ്പരം പറഞ്ഞു. അതേ നാട്ടുകാരാണ് ഇന്നും ഉള്ളത്. നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഇവൻ ആരെയോ കൊന്നിട്ട് വന്നതാണെന്ന്. നോക്കൂ, മനസ്സാ വാച അറിയാത്തൊരു കാര്യം പറയൂ. നാട്ടുകാരങ്ങനെ. മാൾട്ടായിലുള്ള നാട്ടുകാരും ഇന്നത്തെ നാട്ടുകാരും ഒരേപോലെ. എന്തേലും ഒരു ശകലം കണ്ടാ മതി, പിന്നെ പറയും പുള്ളി അങ്ങനെയാണ്, പുള്ളിക്ക് എന്തോ കള്ളക്കടത്തൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അത് ശരി, നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഒരു നിഗമനമാണ്. നമ്മളാരും വക്കീലുമാരിൽ എല്ലാം ജഡ്ജിമാരാണ്. എല്ലാവരും ജഡ്ജിമാരാണ്. അങ്ങ് വിധിച്ചു കളയും, പെട്ടെന്ന് വിധിച്ച്. നമ്മളാരും ജഡ്ജിമാരാകരുത്. പാമ്പ് കിടക്കുന്ന കാണുമ്പോഴേ അവർ പറയുവാണേ പുള്ളി ആരോ കൊന്നിട്ട് വന്നാ. ഇനി ഇവര് കണ്ടോ കൊല്ലുന്നത്? ചുമ്മാ കണ്ടതേ കണ്ടതായിട്ട് പറയാവൂ, കേട്ടതേ കേട്ടതായിട്ട് പറയാം. കണ്ടിട്ടില്ലാത്തത് കണ്ടു എന്ന് പറയില്ലേ, ചുമ്മാ അഭിപ്രായം പറയല്ലേ.